ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി, കുറച്ച് 4-5 ദിവസമായിട്ടോ ലോങ് വീഡിയോസ് ഒന്നും ഇടാത്തത്. ഷോർട്ട് വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇൻസ്റ്റയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മസാല ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾ സാധാരണ ഓംലെറ്റൊക്കെ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു മസാല ഓംലെറ്റ് നിങ്ങൾ ആദ്യമായിട്ടോ കൊണ്ടിട്ടുണ്ടാകുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ 3 കോഴിമുട്ട എടുത്തിട്ടുള്ള കേട്ടോ. നിങ്ങൾക്ക് 3 4 എത്ര വേണം എടുക്കാം കേട്ടോ. 3 കോഴിമുട്ട എടുത്ത് അതിൽ ഉപ്പിട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ടോ. അപ്പോൾ വലിയ ഉള്ളി ചുരുച്ചനാന്നുള്ള ചെറുങ്ങനെ നരിയ, പച്ചമുളക് അതേപോലെ തന്നെ വെളുത്തുള്ളി അതേപോലെ തന്നെ. അതിൽ നിന്ന് കുറച്ച് ഉള്ളി ഇതിലേക്ക് കോഴിമുട്ടയിലേക്ക് ഇടുക, പച്ചമുളകും ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക, നല്ലപോലെ അടിച്ചിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് വെക്കാം. പിന്നെ നമ്മളിതിലേക്ക് വേണ്ട മസാലകൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇതാട്ടോ വേണ്ടത്. അപ്പോൾ ഇതിലേക്കൊക്കെ ഇതാണ് ഇടേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാൻ എടുക്കുക, ഉള്ളി വാട്ടാനുള്ള പാൻ എടുത്തിട്ട് എണ്ണ ഒഴിക്കുക, അതിലേക്ക് ഉള്ളി ഇടുക. ബാക്കിയുള്ള ഉള്ളിയായിട്ടോ ഇടേണ്ടത്. ബാക്കിയുള്ള ഉള്ളി ഇടുക, വെളുത്തുള്ളി ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഇങ്ങനെ ഇളക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഓംലേറ്റിന് ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളത്, പക്ഷേ അടിപൊളി അവ്വാര ടേസ്റ്റുള്ള ഓംലേറ്റ്. ചോറിന് ഈ ഒന്ന് മാത്രം മതി കേട്ടോ. ഈ ഒരു ഐറ്റംസ് മാത്രം മതി, ചോറ് നല്ലപോലെ ഒന്ന് ഇറങ്ങും കേട്ടോ. ബാക്കിയുള്ള പൊടികളൊക്കെ മൊത്തത്തിലൊന്ന് മിക്സ് ആക്കട്ടോ. എല്ലാം കൂടെ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. അപ്പം ഞാൻ ഇത് ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയ കേട്ടോ. അപ്പം ഇത് റെഡിയാവുമോ ഇല്ലേ എന്നുള്ളത് പരീക്ഷിച്ച് നോക്കിയാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും ഓംലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഉണ്ടാക്കിയതാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഉണ്ടായിക്കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലപോലെ ഒന്ന് പച്ചച്ചവൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ അടിച്ച് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ആക്കട്ടോ. എല്ലാ ഭാഗത്തും ആ ഒരു മസാല എത്തുന്ന രൂപത്തിൽ എല്ലാ ഭാഗത്തും ആക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മിനിറ്റ് അതിലേക്കൊന്ന് ആക്കുക. എന്നിട്ട് ആയതിനു ശേഷം ഒന്ന് മറിച്ചിടുക കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഓംലെറ്റൊക്കെ മറിച്ചിടുമ്പോൾ എൻ്റെ പൊട്ടിപ്പോകാറുണ്ട്. ഇത് അടിപൊളിയായിട്ട് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മസാലൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് സ്മെല്ലുണ്ട്. അപ്പോൾ ആ ഭാഗവും നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ മസാല ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മസാല ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചോറിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഇന്ന് 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാണ് കേട്ടോ. തിരിച്ചും മറിച്ചും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്യാണ്. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചോറിന് കറിയുണ്ട്. കറീൻ്റെ കറി കൂട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പം ഈ ഒരു മസാല ഓംലെറ്റ് അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ബൈ, അസ്സലാമു അലൈക്കും.